കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പൗലോസ്ലീഹ 3-ാം അധ്യായം 14-ാമത്തെ വചനം. 3:14 എന്താ പറയുന്നത്? ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. കർത്താവ് തീ കൊണ്ട് നമ്മളെ പരിശോധിക്കുമ്പോൾ ആരുടെ പണിയാണോ നിലനിൽക്കുന്നത് അവർ സമ്മാനിതരാകും. സമ്മാനം എല്ലാവർക്കും ഇല്ല സഹോദരങ്ങളെ. കർത്താവിനെ മാത്രം ലക്ഷ്യമാക്കി കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി എത്രയോ ആത്മാക്കൾ ഈ ലോകത്തിലുണ്ട്, ഈ കാലഘട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള മിഷണറി ചൈതന്യമുള്ള കുടുംബങ്ങളുണ്ട്, വന്യവൈദികരുണ്ട്, സമർപ്പിതരുണ്ട്, അൽമായ പ്രേക്ഷിതർ, യുവജനങ്ങളുണ്ട്. കർത്താവിനെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തിയവരെ ലോകത്തിന് മുമ്പിൽ അവർ ബോഷനും ബോഷിയുമാണ്. ലോകത്തിന് മുൻപിൽ അവർ മണ്ടന്മാരും മണ്ടികളുമാണ്. ലോകത്തിന് അവർ അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ആരും വ്യസനിക്കേണ്ട. നിന്റെ യഥാർത്ഥ മോട്ടീവ് കർത്താവിന് പ്രതിയാണെങ്കിൽ ഈ പരിശോധന കഴിയുമ്പോൾ നമ്മൾ സമ്മാനിതരാകും. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ആത്മാർത്ഥമായിട്ടുള്ള കർത്താവിനെ പ്രതിയുള്ള ഒരു നഷ്ടവും അത് നഷ്ടമല്ല, വലിയ ലാഭങ്ങളാണ്. കർത്താവിനെ പ്രതിയുള്ള നമ്മുടെ ഈ നഷ്ടങ്ങൾ, ആരോഗ്യമാകട്ടെ, സമയമാകട്ടെ, സമ്പത്താകട്ടെ, കുടുംബമാകട്ടെ, നമ്മുടെ ജീവിതമാകട്ടെ, നമ്മളിത് നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മുടെ കർത്താവ് അതെല്ലാം കടമായിട്ടാണ് സ്വീകരിക്കുന്നത്. ശ്രദ്ധിച്ച് നിങ്ങൾ, ദാനമായിട്ടല്ല, കടമായിട്ടാണ് സ്വീകരിക്കുന്നത്. ഈ കടങ്ങളെല്ലാം ഇരട്ടിയല്ല, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അത്രയും അധികമായി മടക്കി തരുന്ന ഒരു ദിവസം കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. അത് നീതിവിധിയുടെ ദിവസമാണ്. ഞാനും നിങ്ങൾ സമ്മാനിതരാകണം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 39-ാമത്തെ വചനം. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി കർത്താവ് പറയാണ്, എന്നെ പ്രതി, കർത്താവിൻ്റെ വചനത്തെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ, ജീവൻ മാത്രമല്ല സമയം നഷ്ടപ്പെടുത്തുന്നവർ, ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നവർ, ലോക സുഖങ്ങൾ നഷ്ടപ്പെടുത്തുന്നവർ, അർഹമായ സന്തോഷങ്ങൾ പോലും നഷ്ടപ്പെടുത്തുന്നവരെ, എന്തിന് കുടുംബത്തെ പോലും നഷ്ടപ്പെടുത്തുന്നവരെ, ഈ ലോകത്തിൽ പലതും തങ്ങൾക്ക് ശ്രേഷ്ഠമായ പലതും നഷ്ടപ്പെടുത്തുന്നവരെ കർത്താവ് പറയാണ്, അവർ സമ്മാനിതരാകും. അവർ അത് കണ്ടെത്തും. അവർക്ക് നിത്യജീവനുണ്ട്, ഇറ്റേണൽ ലൈഫ്. 42-ാം വചനത്തിലോട്ട് വരുമ്പോൾ വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവനെ, ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ചെറിയ ഒരുവന്, ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളം, ഈശോയെ പ്രതി, കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതിനുപോലും പ്രതിഫലമാണ്. പക്ഷെ ആ വെള്ളം കൊടുക്കുമ്പോൾ നമ്മുടെ മോട്ടീവ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. കർത്താവ് ശ്രദ്ധിക്കുന്നത് നമ്മുടെ അകമാണ്, നമ്മുടെ ഇൻറ്റൻഷനാണ്, നമ്മുടെ ആഗ്രഹം എന്താണ്. സഹോദരങ്ങളെ, അവർക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല, പ്രതിഫലമുണ്ട് എന്ന് വ്യക്തമായി പറയാം. അതുകൊണ്ട് മലാക്കി പ്രവചനം 3-ാം അധ്യായം 18-ാം വചനത്തിൽ മനോഹരമായൊരു വചനമാണ്. ഈ നീതിവിധിയുടെ ദിവസത്തിലാണ് നീതിമാനും ദുഷ്ടനും തമ്മിലും, ദൈവത്തെ സേവിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയും. കർത്താവിനെ സ്നേഹിക്കുന്നവരെ, കർത്താവിനെ പിൻപറ്റി, കർത്താവിൻ്റെ വചനത്തെ മാനിച്ചു, വചനമനുസരിച്ചു, തിരുസഭയെ സ്നേഹിച്ചു, ഇവാഞ്ചലൈസേഷൻ ചെയ്തു, കുടുംബമായി കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്തു,
ഇതിനൊക്കെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിയുന്നത് ആ നീതിവിധിയുടെ ദിവസത്തിലാണ്. കർത്താവിനെ തള്ളിക്കളഞ്ഞ, കർത്താവിൻ്റെ വചനത്തെ അവഗണിച്ച, ഈ ലോകത്തിന് നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി കർത്താവ് നൽകിയ രക്ഷയെ തള്ളിക്കളഞ്ഞ, ബോധപൂർവം അതിനെ റിജക്റ്റ് ചെയ്ത, തിരസ്കരിച്ചവര് കർത്താവ് പറയാ അത് തിരിച്ചറിയും. ദൈവത്തെ സേവിച്ചവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയും. എപ്പോൾ? നീതിവിധിയുടെ ദിവസത്തിൽ. നീതിവിധിയുടെ ദിവസത്തിൽ സഹോദരങ്ങളെ, നമ്മുടെ ചങ്കിന്റെ അകത്തേക്ക് ഈ പരിശുദ്ധ വചനത്തിന് മുദ്ര കടന്നു വരണം.